ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി സിൽക്ക് ക്രഷ് ഫാബ്രിക്കിലെ എംബ്രോയിഡറി ആയിട്ടുള്ള സൽവാർ സെറ്റാണ് നമ്മൾ കാണുന്നത്. 3 ഷെയ്ഡ്സിലാട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ലൈറ്റ് ഒരു ഗ്രീൻ ടോൺ വരുന്നുണ്ട്, പീച്ച് കളർ, പിന്നെ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ പാറ്റേൺ വരുമ്പോൾ നല്ല ക്രഷ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അതിൽ എംബ്രോയിഡറിയും ദാമന ഏരിയയിൽ നമുക്ക് മൾട്ടി ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. പെയർ ചെയ്തിരിക്കുന്ന സാറ്റിൻ സിൽക്കിൻ്റെ ബോട്ടവും സെയിം ടോപ്പിൻ്റെ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ്. അപ്പോൾ ഈ 3ൻ്റെയും കളക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപോകാം. ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് നല്ലൊരു ലൈറ്റ് ബ്ലൂ ടോണിലാണ് വരുന്നത്. എന്നിട്ട് അതിൽ ഓഫ് വൈറ്റ് കളറുള്ള ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറിയാണ്, ചെറിയ ചെറിയ എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ദാമൻ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മൾട്ടി ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി സെയിം ഒരു സ്കാലപ്പ് പാറ്റേണും കൂടെ വരുന്നുണ്ട്. നല്ല രസമായിട്ടാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ടായിരിക്കും വന്നേക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് എംബ്രോയിഡറിയും അതുപോലെ കട്ട് വർക്ക് പാറ്റേണും കൂടെ വരുന്നുണ്ട്. മിഷൻ വർക്കായിട്ട് വന്നേക്കുന്നത്. ഇത് മിഷൻ എംബ്രോയിഡറിയും കട്ട് വർക്ക് പാറ്റേണും കൂടിയാണ് വരുന്നത്. അതിൻ്റെ സെൻറ്ററിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉള്ളിലും സൈഡിലും സ്കാലപ്പ് ഡിസൈനുമാണ്. ബോട്ടം നമുക്ക് സാറ്റൻ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. സെയിം പാറ്റേൺ ലൈറ്റ് ഗ്രീൻ ടോണിലാണ് ഈ സൽവാർ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ലൈറ്റ് ഒരു പീച്ച് ടോണാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ നമുക്ക് സൈഡിൽ കട്ട് വർക്ക് പാറ്റേൺ വരുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട ഗ്രീനിൽ നമുക്ക് കട്ട് വർക്ക് പാറ്റേൺ വരുന്നില്ല കേട്ടോ. ഇതിൽ എംബ്രോയിഡറിയും ആ ഒരു സ്കാലപ്പ് പാറ്റേണുമാണ് ചെയ്തേക്കുന്നത്. ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്.